ഇന്ത്യ ഇങ്ങനെ ആ യുദ്ധത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്കെതിരെ ഇത്രയും കനത്ത ഒരു പിഴ തീരുവ ചുമത്താം എന്ന് അമേരിക്ക തീരുമാനിക്കുന്നെങ്കിൽ ചൈനയ്ക്കെതിരെ എന്താണ് അത് ചുമത്താത്തത്? ഏറ്റവും അധികം എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ഇനി മൂന്നാമത് ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത് ഇന്ത്യയാണെങ്കിൽ മൂന്നാമത് തുർക്കിയുണ്ട്. ഇവർക്ക് ആർക്കുമെതിരെ ഈ ഉപരോധം, ഈ സ്വഭാവത്തിൽ, ഈ വാണിജ്യ തീരുവ ചുമത്താൻ അമേരിക്ക എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അപ്പോൾ ഈ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ ചില താല്പര്യങ്ങൾ, അത് ട്രംപിൻ്റെ താല്പര്യങ്ങൾ കൂടിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ യുദ്ധമുണ്ടാക്കിയത്, അതായത് യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടാക്കിയത് മോദിയാണെന്ന് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ചരിത്രം ആരും അറിയുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അമേരിക്ക കരുതുന്നത് എന്നുള്ളതാണ്, ട്രംപ് കരുതുന്നത്. ഈ നാറ്റോയിൽ യുക്രൈനെ അംഗമാക്കാൻ വേണ്ടി, അതായത് ഈ മിസൈൽ തലപ്പുകൾ നേരെ റഷ്യയിലേക്ക് തിരിച്ചു വെക്കാൻ വേണ്ടിയും അവിടെ നിന്ന് റഷ്യയെ നിരീക്ഷിക്കാൻ വേണ്ടിയും ഈ നാറ്റോയുടെ ഒരു സമ്മർദ്ദത്തിൽ റഷ്യയെ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയുമാണ് യുക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കാൻ ഈ അമേരിക്ക ആലോചിച്ചത്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിച്ചത്. അതൊരു കാരണം. രണ്ട്, ഈ യുക്രൈൻ അതിർത്തിയിലുള്ള റഷ്യൻ വംശജരായ മനുഷ്യർക്ക് നേരെ വലിയ കൊടിയ അതിക്രമം ഈ യുക്രൈനിൽ നടക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ ന്യൂനാസികളുടെ അതിക്രമം. അത് രണ്ടാമത്തെ കാരണം. ഇത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് റഷ്യ അവിടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. റഷ്യയുടെ സുരക്ഷയെ കരുതിയാണ് ആ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അമേരിക്കയടക്കമുള്ള നാറ്റോ ശക്തികളുടെ നിലപാട് കൊണ്ട് ആരംഭിച്ച യുദ്ധമാണ്, സംഘർഷമാണിത്. ആ സംഘർഷത്തെയാണ് ഇവിടെ കൊണ്ടുവന്ന് മോദിയുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുന്നത്. ബില്ല് നേരത്തെ പറഞ്ഞതാണ് ശരി. അതായത് ഇസ്രയേലിലെ ഈ ഒഴുകുന്ന കുരുന്നുകളുടെ ചോരയ്ക്ക് ഉത്തരവാദിയാണ് അമേരിക്ക. എന്നിട്ട് അത് മറച്ചു വെച്ചിട്ടാണ് അതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനില്ല. പകരം യുക്രൈനിൽ യുദ്ധം നടക്കുന്നതിന് കാരണം മോദിയാണെന്നും ഇന്ത്യയാണെന്നും പറയുന്നത് ഏറ്റവും പരിഹാസ്യമായ കാര്യം തന്നെയാണ്. ഇന്ത്യ ഇതിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.